നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഒന്നും തീർന്നിട്ടില്ല. ഇതാ ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപനവും നെയ്മർ ജൂനിയറുടെ ആരാധകരുടെ ആഘോഷവും ഒരു വഴിക്ക് തുടരുമ്പോൾ പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. യെസ്, പോർച്ചുഗലിൻ്റെ 26-അംഗ സ്ക്വാഡ് ഇന്ന് കോച്ച് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിക്കും. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അക്കാര്യം പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. Roberto Martinez will announce the official squad for the 2026 World Cup, Canada, USA and Mexico this Tuesday, May 19th at 1 p.m. at the City of Football എന്നാണ് അവർ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. എപ്പോൾ ഉച്ചക്കൊരു മണി പോർച്ചുഗീസ് സമയം ഉച്ചക്കൊരു. നമ്മുടെ സമയം വൈകിട്ട് 5:30. ഇന്ന് വൈകിട്ട് 5:30 പോർച്ചുഗീസ് സ്ക്വാഡിൽ ആരൊക്കെ എന്ന് നമുക്കറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? അതിനല്ല ഞാനിവിടെ നിൽക്കുന്നത്, റാഫ് ടോക്സ് ഇവിടെ നിൽക്കുന്നത്. യെസ്, നിങ്ങളറിയും. റാഫ് ടോക്സിലൂടെ 5:30 സ്ക്വാഡ് പ്രഖ്യാപിച്ച ഉടനെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും. നമ്മൾ വെറുതെ അല്ലല്ലോ മോസ്റ്റ് ഫോളോവേഡ് സ്പോർട്സ് ചാനൽ ഇൻ മലയാളം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി 1 മില്യൺ അധികം സബ്സ്ക്രിപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ അർപ്പിച്ച ഈ ഒരു വിശ്വാസം കൊണ്ടല്ലേ. അത് നമ്മൾ കൃത്യമായിട്ട് ഡെലിവർ ചെയ്തിരിക്കും. ഈ വേൾഡ് കപ്പ് നമ്മൾ പൊളിച്ചെടുക്കും, നമ്മൾ തൂക്കുമെന്നേ. വേൾഡ് കപ്പിൻ്റെ ആവേശം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റ് എന്ന വീഡിയോ ചാനലുണ്ട്. കൃത്യമായിട്ട് വേൾഡ് കപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ പിന്നെ ന്യൂസുമായിട്ട് നമുക്ക് അങ്ങ് കൂടാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും വേൾഡ് കപ്പാണ്, ഇനി അങ്ങോട്ട് വേൾഡ് കപ്പാണ്, ഇത് നമ്മൾ തൂക്കും. ആരൊക്കെ ആവേശമില്ല ആഘോഷമില്ല എന്ന് പറയുന്നത് നമ്മളത് ആഘോഷമാക്കും, ആവേശമാക്കും. നമ്മൾ ഒരുമിച്ച് നിൽക്കും. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് റോബർട്ടോ മാർട്ടിനസ് പ്രഖ്യാപിക്കും. പിന്നെ റൊണാൾഡോയുടെ കാര്യത്തിൽ 41 വയസ്സുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവില്ലേ? ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. 41-കാരനായിട്ടുള്ള സ്ട്രൈക്കറേയും കൊണ്ടാണോ വേൾഡ് കപ്പിന് പോകുന്നത്? പോകും, അത് ക്രിസ്ത്യാനോയാണ്. ഒരാശങ്കയും വേണ്ട. ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകും. 41-ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പ് കളിക്കാനെത്തും. അങ്ങനെ എത്തിയാൽ ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ ഔട്ട്ഫീൽഡ് പ്ലെയർ ആയിരിക്കും. വേൾഡ് കപ്പിന് ഇറങ്ങുന്ന ഏറ്റവും പ്രായം കൂടിയ 2ാമത്തെ ഔട്ട്ഫീൽഡ് പ്ലെയർ ആയിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ. റോജർ മില്ലറുടെ പേരിലാണ് ഏറ്റവും അധികം പ്രായത്തിൽ ഔട്ട്ഫീൽഡ് പ്ലെയറായിട്ട് വേൾഡ് കപ്പ് കളിച്ച റെക്കോർഡിൽ 42 വയസ്സ്. ക്രിസ്ത്യാനോക്ക് വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ 41 വയസ്സും 4 മാസവുമായിരിക്കും. സോ അവിടെ ഉണ്ടാവും നമ്മുടെ അണ്ണനില്ലാതെ എന്ത് വേൾഡ് കപ്പ്. പോർച്ചുഗൽ വേൾഡ് കപ്പിന് മുമ്പ് 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. ജൂൺ 6 ചിലിക്കെതിരെ, ജൂൺ 6 രാത്രി ഇന്ത്യൻ സമയം 11:15 കളി. പിന്നെ ജൂൺ 11 പുലർച്ചെ നൈജീരിയക്കെതിരെ 1:15 ഏറ്റുമുട്ടുന്നു. പിന്നെ വേൾഡ് കപ്പായി ഗ്രൂപ്പ് കെയിൽ അവരുടെ മത്സരങ്ങളായി. ആദ്യ മത്സരം DR കോങ്കോക്കെതിരെയാണ് ജൂൺ 17 രാത്രി 10:30. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ DR കോങ്കോ കഴിഞ്ഞ ദിവസം അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ജൂൺ 23 രാത്രി ഇന്ത്യൻ സമയം 10:30 ഉസ്ബെക്കിസ്ഥാനെതിരെ കളിക്കുന്നു. അതാണ് അവരുടെ 2ാമത്തെ ഒരു മത്സരം വരുന്നത്. ഏതായാലും മികച്ച രൂപത്തിലുള്ള പോരാട്ടങ്ങൾ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഗ്രൂപ്പ് കെയിൽ അവരുടെ കടുത്ത എതിരാളികൾ എന്ന് നമുക്ക് പറയാവുന്ന ടീമുള്ളത് കൊളംബിയാണ്. ജൂൺ 28 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ആ കളി നടക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.